എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസിൽ വിഷു റിലീസായി എത്തിയ 3 സിനിമകളുടെ ഫസ്റ്റ് ഡേ കേരള കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ, ഓവർസീസ് കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് വിഷു റിലീസായി എത്തിയ മമ്മൂക്കയുടെ ബസൂക്ക, നസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആലപ്പുഴ ജിങ്കാന, ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ മരണമാസ് തുടങ്ങിയ ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വിഷു റിലീസായി എത്തിയ 3 മലയാള സിനിമകളും പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളാണ്. മമ്മൂക്കയുടെ ബസൂക്കക്കായാലും നസ്ലിന്റെ ആലപ്പുഴ ജിങ്കാനക്കായാലും ബേസിലിന്റെ മരണമാസിനും നിലവിൽ കേരളത്തിൽ ടിക്കറ്റുകൾ കിട്ടാത്ത അവസ്ഥയാണുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആദ്യം നോക്കുന്ന ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആലപ്പുഴ ജിങ്കാനയുടെയാണ്. നസ്ലിന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടാൻ പോകുന്ന ചിത്രമായിട്ട് ആലപ്പുഴ ജിങ്കാന മാറിയിരിക്കുകയാണ്. ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ ആലപ്പുഴ ജിങ്കാനയുടെ ഭാഗത്തുനിന്നും കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഷോ കൗണ്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 602 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,00,000 മുകളിലുള്ള പ്രേക്ഷകരെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 72%. വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ഒക്യുപ്പൻസി ഉള്ളതും ആലപ്പുഴ ജിങ്കാനക്ക് തന്നെയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ആലപ്പുഴ ജിങ്കാനയുടെ കേരള കളക്ഷൻ 2,55 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ 28 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷൻ 1,30 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ്. ടോട്ടൽ ഇതുവരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 4,13 ലക്ഷം രൂപ ചിത്രം പിന്നിട്ട് കഴിഞ്ഞു. എന്തായാലും ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്ന് ഇതോടെ ഉറപ്പാണ്. അതേസമയം ട്രാക്കിംഗ് വെബ്സൈറ്റുകളിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ 56 ഹൗസ്ഫുൾ ഷോകളും 161 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 338 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും ചിത്രത്തിന്റെ പേരിൽ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി വിഷു റിലീസായ എത്തിയ സിനിമകളിൽ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കളക്ഷൻ അപ്ഡേറ്റ് ഡിനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനായി എത്തിയ ബസൂക്കയുടേതാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന് മികച്ച റെസ്പോൺസ് ആണ് എല്ലായിടത്തുനിന്നും ലഭിച്ചത്. നിലവിൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ട്രാക്കിംഗ് അപ്ഡേറ്റുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ 739 ഷോകളാണ് ബസൂക്കയുടെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,10,16,000 പരം പ്രേക്ഷകരെയാണ്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 55% മുകളിലാണ്. നിലവിൽ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 2,75,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ 35 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷൻ 1,90,00,000 രൂപയും കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആദ്യ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം 5 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു. ഇങ്ങനെ നോക്കിയാൽ ചിത്രം എന്തായാലും ആദ്യ ദിവസം 7 കോടിക്ക് മുകളിൽ ആഗോള കളക്ഷൻ നേടുമെന്ന് ഉറപ്പാണ്. വിഷു റിലീസായി എത്തിയ മലയാള സിനിമകളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ചിരി പടർത്തിയ സിനിമയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രേക്ഷകരിൽ നിന്നും അഭിപ്രായം നേടിയ സിനിമയാണ് ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ മരണമാസ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഈ സമയം വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഈ സമയം വരെ 554 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ആദ്യ ദിവസം 40,000 മുകളിലുള്ള പ്രേക്ഷകരുമാണ്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി കേരളത്തിൽ 33%. നിലവിൽ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 78 ലക്ഷം രൂപയാണ്. വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളിൽ ടൈറ്റ് റിലീസ് വന്ന ചിത്രം കൂടിയായിരുന്നു ഇത്. എന്നിട്ട് പോലും ചിത്രം മികച്ചൊരു കളക്ഷനാണ് ആദ്യ ദിവസം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വൻപൻ പ്രൊമോഷനും ഒന്നുമില്ലാതെ തന്നെ തിയേറ്ററുകളിലെത്തിയ വിഷു റിലീസ് ചിത്രങ്ങളിൽ ഡിനോ ഡെനിസിന്റെ സംവിധാനത്തിലെത്തിയ ബസൂക്ക തന്നെയാണ് കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്നത്. എല്ലാ ചിത്രങ്ങൾക്കും മികച്ച അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷു റിലീസ് ആര് തൂക്കുമെന്ന് പ്രേക്ഷകർക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.